നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 29ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ മുൻ ചീഫ് എഡിറ്ററായിരുന്ന പത്മഭൂഷൺ ശ്രീ KM മാത്യുവിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഓടി വരിക. 37 വർഷത്തിന് മുന്നേ 1987 ഒക്ടോബർ 3-ാം തീയതി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി ശ്രീ K മാത്യു സാറിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി മാത്യുവിനെയും ഞാൻ കാണുന്നത്. ആ മധുര സ്മരണകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ വലിയ പ്രതിഭാധനനായ വ്യക്തിത്വത്തെക്കുറിച്ച് ചില ബ്രീഫുകൾ ഞാനിവിടെ പറയട്ടെ. 1917 ജനുവരി 2 കോട്ടയത്ത് ജനനം. 1954 ജനറൽ മാനേജരായി മലയാള മനോരമയിൽ ജോയിൻ ചെയ്തു. 1973 ചീഫ് എഡിറ്ററായി. അദ്ദേഹത്തിൻ്റെ മികച്ച സേവനങ്ങളെ മുൻനിർത്തി 1998 പത്മഭൂഷൺ നൽകി രാഷ്ട്രം ആദരിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ BD ഗോയങ്ക അവാർഡ്, കേരള പ്രസ് അക്കാദമി പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. 8ാമത്തെ മോതിരം എന്ന ആത്മകഥ വളരെ പ്രൗഢഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീമതിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ കോറിയിട്ട അന്നാമ എന്ന ഓർമ്മ പുസ്തകവും മികവുറ്റതാണ്. 2010 ആഗസ്റ്റ് 1 93ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് 37 വർഷത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ചില റെഫറൻസുകൾ നോക്കി കടന്നുപോയപ്പോൾ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പറയാം എന്ന് കരുതി. ഞാൻ റഷ്യൻ യാത്രയ്ക്ക് പുറപ്പെടുന്ന അവസരത്തിൽ 1987 ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ച് യാത്ര ചെയ്യുമ്പോൾ ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായി അദ്ദേഹത്തെയും ശ്രീമതിയെയും കാണുന്നത്. അന്ന് ഞങ്ങളോടൊപ്പം വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറയാം. അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദവും അന്നത്തെ ആ അനുഭവങ്ങളും അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാ വിവരണങ്ങളും എഴുതി തയ്യാറാക്കി 1997 മൾബറി ബുക്സ് പബ്ലിഷ് ചെയ്ത റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന ഈ കൃതിയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെക്കുറിച്ചും ഞാനൊരു വിശദമായിട്ടുള്ള കുറിപ്പുകൾ തന്നെ ചേർത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില മിന്നൽ പിണറുകൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. താഷ്കന്റ് എയർപോർട്ടിൽ 37 വർഷത്തിന് മുമ്പുള്ളതാണെങ്കിലും ഇന്നും മനസ്സിൽ ഒരു എണ്ണഛായാചിത്രം പോലെ നിഴലിച്ചു നിൽക്കുന്നു ആ രാവും ആ ദിനങ്ങളുമെല്ലാം. അന്ന് രാത്രി 2:30 മണിക്ക് താഷ്കന്റ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ
എല്ലാവർക്കും 2-3 പെട്ടി ലഗേജുണ്ട്. അപ്പോൾ അവിടെ സ്വയം വലിച്ചു വേണം ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ, ബസ്സിൽ കയറ്റാൻ, എല്ലാത്തിനും. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ചെറുപ്പമായ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി മാത്യു സാറിൻ്റെയും മിസ്സസിൻ്റെയും ലഗേജുകൾ പെട്ടിക്കുള്ളിൽ എന്നോട് പറയാതെ തന്നെ, ഞാൻ പറയാതെ തന്നെ അതിനുള്ളിൽ കയറ്റി വെച്ചു. എൻ്റെ ലഗേജും ഞാൻ കയറ്റി. അവിടുന്ന് ആ രാവിൽ റോഡിൻ്റെ നടുവിലൂടെ ഉരുണ്ട് നീങ്ങിയ വണ്ടിയിൽ ദൃശ്യങ്ങളുടെ ഒരു മേളപ്പെരുമ തന്നെയായിരുന്നു. അന്ന് തൊട്ട് 15 ദിവസക്കാലം താഷ്കൻഡിലും സോച്ചിയിലും കീവിലും ഉസ്ബെക്കിസ്ഥാനിലും മോസ്കോയിലും അങ്ങനെ റഷ്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയെയും എന്നോടൊപ്പം കൂടിയ മറ്റുള്ള എല്ലാവരുടെയും സ്നേഹത്തിന് വഴിപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിലെ വലിയവരിൽ ഒരാളായ ശ്രീ എസ് ശർമ്മ, അദ്ദേഹം ചിലരെ കാണാനായിട്ട് ചില കുറിപ്പുകൾ, ചില കത്തുകൾ എനിക്ക് എഴുതുന്നുണ്ടോ, ചെറിയാൻ ഫിലിപ്പ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ. അങ്ങനെ കുറേ പേരെ കാണാനുള്ള കത്തുകളും അവർക്ക് കൊടുക്കാനായി ചെറിയ ചെറിയ ആനയുടെ തടിയിൽ തീർത്ത ശില്പങ്ങളും ഒക്കെ ഞാൻ കരുതിയിരുന്നു. അങ്ങനെ യാത്രയുടെ വിവിധ തലങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ മോസ്കോയിൽ വെച്ചിട്ട്, മോസ്കോ തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ മഞ്ഞ് പൊഴിയുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ജീവിതത്തിൽ അങ്ങനൊരു ദൃശ്യം ആദ്യമായി കാണുകയാണ്. അതുപോലെ അവിടെ നടന്നൊരു ഷൂട്ടിങ്ങിൻ്റെയും അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ഹോട്ടലിൻ്റെ 40ഓളം നിലകളുള്ള ഹോട്ടലിലെ 14ാമത്തെ നിലയിൽ ഞാനും തൊട്ടടുത്ത മുറിയിൽ ശ്രീ കെ മാത്യു സാറും ശ്രീമതിയും, അങ്ങനെ വിവിധ നിലകളിൽ ഓരോരുത്തരായി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 10-16 പേരിൽ പലരും താമസിക്കുകയാണ്. അങ്ങനെ ഞാൻ അറിയിച്ചതും ഞാൻ വിളിച്ചതും പറഞ്ഞതും അനുസരിച്ച് എത്രയോ കിലോമീറ്റർ ദൂരെ നിന്നും ചെറിയാൻ ഫിലിപ്പും മോസ്കോ റേഡിയോയിൽ 1-2 പേരും, അപ്പോൾ മോസ്കോ റേഡിയോയിൽ ഇൻ്റർവ്യൂ ഞാൻ നാട്ടിൽ വന്ന ശേഷം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്നെ കാണാനായിട്ട് ഒരുപാട് പേർ വരുന്നു. അത് എൻ്റെ എഴുത്തിലുള്ള പ്രശസ്തി കൊണ്ടല്ല, മറിച്ച് ശർമാജിയുടെ റെക്കമെൻഡേഷനിൽ എന്നെ കാണണം, എൻ്റെ കവിതകൾ മോസ്കോയിലെ പുസ്തകങ്ങളിലൂടെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെയുള്ള കുറേ റെക്കമെൻഡേഷൻസൊക്കെ ആയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ ഭക്ഷണം പോലും കഴിക്കാണ്ട് ചെറിയാൻ ഫിലിപ്പിനെ കാത്ത് അങ്ങനെ ഇരിക്കുന്നു. ഉച്ചയോടുകൂടി അദ്ദേഹം വരുന്നു. അങ്ങനെ പലരും 4-5 പേർ നാട്ടിൽ നിന്നും പറഞ്ഞതനുസരിച്ചും എഴുത്തുകുത്തുകൾ നടത്തിയതനുസരിച്ചും പിന്നെ കാണാൻ വന്നു. അവർക്കെല്ലാം ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരം മധ്യേ ഞാൻ പറഞ്ഞു, മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററും ശ്രീമതി ഇവിടെയുണ്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ, എനിക്കൊരു പെർമിഷൻ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഇത്രയും അറിവുള്ളൊരു മനുഷ്യനെ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശരവണനൊന്ന് അദ്ദേഹത്തെ കണ്ട് പറയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ റൂമിൻ്റെ വാതിൽക്കൽ തട്ടി തുറന്ന് അകത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നെ ഇങ്ങനെ കാണാൻ ചെറിയാൻ ഫിലിപ്പ് എന്നുള്ള ഒരു ആൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം മോസ്കോയിലാണ് വർക്ക് ചെയ്യുന്നത്. മോസ്കോ റേഡിയോയുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. എഴുത്തുകളും മറ്റ് മോസ്കോ റഷ്യൻ ഭാഷയിൽ എഴുതുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സാറിനെ കണ്ടൊരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറയുകയാണ്. വിളിക്കട്ടെ
എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം പറഞ്ഞു, ഓ, എന്നെ കാണാൻ ഒരു മനുഷ്യർ വരുന്നില്ല, ശരവണനെ കാണാൻ എത്ര പേരാ വരുന്നത്, ഇത്രമാത്രം സ്വാധീനമുണ്ടോ മോസ്കോയിൽ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാനിങ്ങനെ ശർമാജി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ റെക്കമെൻഡേഷനിൽ കുറേയധികം ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഇന്ന ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കത്തയച്ചതുകൊണ്ടാണ് എന്നെ ഇവർ കാണാൻ വന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായും വിളിക്കൂ, കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ റൂമിലോട്ട് വിളിപ്പിച്ചു. അദ്ദേഹവും അവരുമായി കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം പങ്കുവച്ചു. കുറേ ഫോട്ടോകളൊക്കെ അദ്ദേഹം എടുത്തു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അദ്ദേഹം എൻ്റെ റൂമിൽ വീണ്ടും വന്നു. അന്ന് വൈകുന്നേരം 3:30-ക്കാണ് എനിക്ക് മോസ്കോ റേഡിയോയായിട്ടുള്ളൊരു അഭിമുഖ സംഭാഷണം റെക്കോർഡിങ് ഉള്ളത്. അങ്ങനെ എനിക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്ന് എനിക്ക് കുറച്ച് കാശും തന്ന് എന്നോട് വളരെ സ്നേഹപൂർണ്ണമായി പെരുമാറിയിട്ടാണ് അദ്ദേഹം പോയത്. തന്ന റൂബിൾ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ വാങ്ങിവെച്ചു. തന്നതിനെ നിഷേധിക്കരുതല്ലോ. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് അദ്ദേഹം മടങ്ങിയ ശേഷം മാത്യു സാറിനെ റൂമിലോട്ട് വിളിച്ച് എൻ്റെ കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളെല്ലാം തിരക്കി. അങ്ങനെ സംസാര മധ്യേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, ഞാനിങ്ങനെ കഥയും കവിതയും നോവലും ഒക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഒരു നോവൽ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിലൂടെ പബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരവണൻ കോട്ടയത്ത് മലയാള മനോരമ ഓഫീസിന് എതിർവശത്തായിട്ടുള്ള ഒരു ഹോട്ടലിൽ തങ്ങാനുള്ള സൗകര്യവും വാടകയും എല്ലാം കൊടുക്കാം. നല്ല നല്ല നോവലുകൾ എഴുതൂ. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ തുടർച്ചയായി നമുക്ക് പ്രസിദ്ധീകരിക്കാം. അതല്ല, മലയാള മനോരമയിൽ റിപ്പോർട്ടറായിട്ടോ മറ്റോ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയും ഞാൻ പരിശ്രമിക്കാം ശരവണ എന്ന് പറഞ്ഞപ്പോൾ, ചില നേരങ്ങളിൽ ചില മനിതകൾ എന്ന് പറയുന്ന മാതിരി നാവിലെ വികട സരസ്വതിയല്ല വികട സരസ്വതി എപ്പോഴാണ് എഴുന്നേൽക്കുക എന്ന് പറയാവതല്ലോ. ഞാൻ മൗനം അവലംബിച്ചു. ഒരു മറുപടിയും അത്തരണത്തിൽ എനിക്ക് പറയാൻ തോന്നിയില്ല എന്നതാണ് പരമാർത്ഥം. അത് കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര 24 മണിക്കൂർ ഒരു ദിവസത്തിനുണ്ടെങ്കിൽ അതിൽ 10-12 മണിക്കൂറും ഫ്ലൈറ്റ് യാത്രയാണ്. ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്കും അടുത്ത സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്കും 6-7-8 മണിക്കൂർ തുടർച്ചയായുള്ള യാത്ര. അത് കഴിഞ്ഞിട്ട് വന്നാലുടൻ ഹോട്ടലുകളിൽ തങ്ങുന്നു. അവിടെ നിന്നാണ് ഓരോ സ്ഥലം, താഷ്കൻഡിലെയും സൊച്ചിയിലെയും അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിലെയും പല യൂണിവേഴ്സിറ്റികളും റഷ്യയിലെ ലോകപ്രശസ്തമായ ലെനിൻ ലൈബ്രറിയും അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു. കാണുന്നിടത്തെല്ലാം ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി വയ്ക്കാറുണ്ട്. കാരണം വന്നതിൻ്റെ ലക്ഷ്യം തന്നെ റഷ്യയെക്കുറിച്ചിട്ടുള്ളൊരു യാത്രാവിവരണം എഴുതുക എന്നുള്ളതാണ്. അന്ന് ഗോർബച്ചേവിൻ്റെ കാലഘട്ടമാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു പള്ളി അങ്കണത്തിൽ പോയി അവിടുത്തെ പാട്ടും ആട്ടവും എല്ലാം കണ്ട്, അവിടെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്, അവിടുത്തെ തെരുവുകളും ഒക്കെ നടന്ന് കണ്ട്, വൃത്തിയുള്ള പരിസരവും വൃത്തിയുള്ള ചുറ്റുപാടും ഓരോ സ്ഥലവും സൗന്ദര്യത്തിൻ്റെ നിദർശനമാണ്. അത്രമാത്രം മനസ്സിനെ ഹഠാത് ആകർഷിച്ച സ്ഥലങ്ങളാണ് അവയെല്ലാം. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അവിടുന്ന് ഞങ്ങൾ മോസ്കോയിലെ ഒരു പള്ളിയിലെ പ്രാർത്ഥനയും കുർബാനയൊക്കെ കാണാനായിട്ട് പോയി. ഞാനും കൂടെ പോയി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ബാബു ജോർജ് എന്ന് പറഞ്ഞിട്ട് അന്ന് മെഡിക്കൽ കോളേജിലെ സർജനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ എന്ന് കരുതി ഉണ്ണി യേശുവിൻ്റെയും 1-2 ശില്പങ്ങളും ബുക്കുകളും ചെറിയ ചെറിയ ഷോ കേസിൽ വയ്ക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു.
അങ്ങനെ റൂബിൾ എൻ്റെ കയ്യിൽ കുറച്ച് റൂബിളുണ്ട്. ആ റൂബിൾ കൊടുത്ത് എന്നെ വാങ്ങാൻ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ശരവൺ എന്തിനാ ക്രിസ്ത്യാനിയുടെ കുരിശും ബൈബിളും ഒക്കെ? അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അതിനൊരു മറുപടി പറഞ്ഞു, സർ, ജനിക്കുമ്പോൾ അച്ഛൻ പറയുന്നു നീ ഹിന്ദു ആണെന്ന്, അപ്പോൾ ഞാൻ ഹിന്ദുവായി. അച്ഛൻ പറയുന്നു മുസ്ലിമാണെന്ന്, അപ്പോൾ ഞാൻ മുസ്ലിമായി. അച്ഛൻ പറയുന്നു ക്രിസ്ത്യാനിയാണെന്ന്, അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി. ജനിച്ച് വീഴുന്ന മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളും ജീവിതചര്യകളും എല്ലാം അതിന് ജന്മം നൽകിയ അവർ ജീവിച്ച മണ്ഡലത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. ഒന്ന് ചിരിച്ചു, എൻ്റെ തോളിൽ തട്ടി. ആ പള്ളിക്കുള്ളിൽ ഒരു 10-12 പേർ പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരികൾ നിറഞ്ഞു കത്തുന്നു ആ പള്ളിക്കുള്ളിൽ. ആ ഒരു രംഗം മനസ്സിൽ നിന്നും മായ്ച്ചാൽ പോലും മായില്ല. അങ്ങനെ പുറമേക്ക് ഇറങ്ങാൻ സമയം അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുക്കാം ശരവണ, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള കാശുണ്ട്, ഇതെങ്ങനെ ചെലവഴിക്കും എന്നുള്ള ചിന്തയിലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എനിക്ക് ഗിഫ്റ്റായി ചില ചിത്രങ്ങളും സ്തൂപങ്ങളും എല്ലാം വാങ്ങിത്തന്നത്. ഞാൻ പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തിന് നൽകുകയും ചെയ്തു. ഓരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലും ഈ റഷ്യയുടെ വിസ ഒരിക്കലും പാസ്പോർട്ടിൽ അടിക്കാറില്ല. അത് അങ്ങനൊരു നിയമം അന്നത്തെ കാലത്ത് റഷ്യൻ വിസ അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും സന്ദർശനത്തിനും ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് ലെനിൻ നടപ്പാക്കിയൊരു നിയമമാണ് വിസ സെപ്പറേറ്റായിട്ട് സൂക്ഷിച്ചാൽ മതി, പാസ്പോർട്ടിൽ എൻഡോഴ്സ് ചെയ്യേണ്ട, പാസ്പോർട്ടിൽ പതിപ്പിക്കേണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചെന്നാലും ഒരു സർവ്വവിജ്ഞാന കോശമായിരുന്നു ശ്രീ കെ മാത്യു. പിൽക്കാലത്ത് അവിടെ നിന്നും വന്ന ശേഷം അദ്ദേഹവും ശ്രീമതിയും കൂടി എനിക്ക് 2-3 കത്തുകൾ അയച്ചു. ഒന്ന് 2 എൻ്റെ കവിതകളെക്കുറിച്ചിട്ടാണ്. അതെൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു മഹത് വ്യക്തി. വീട്ടിൽ ഞാനും എൻ്റെ അമ്മയുമായി മലയാളം എൻ്റെ കോട്ടയത്തെ വീട്ടിൽ ചെല്ലുകയും ഞങ്ങൾ ആ വീടിനുള്ളിലെ എല്ലാ സ്ഥലങ്ങളും, ആ വീടിനുള്ളിൽ അലങ്കരിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും, ഒരു ബൃഹത്തായിട്ടുള്ള ലൈബ്രറി മാത്യു സാറിൻ്റെ ബെഡ്റൂമിനകത്ത് വിളിച്ച് കാണിച്ചു. 3 വശവും നിറയെ പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനസ്സിന് ആഹ്ലാദം പകരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? സുഭിക്ഷമായിട്ടുള്ളൊരു ഡിന്നർ എല്ലാ വിധത്തിലും. അത് എത്ര എണ്ണം ഉണ്ടെന്ന് പോലും എണ്ണാൻ കഴിയില്ല, എങ്കിലും ആവശ്യത്തിനുള്ളത് ഞാനും അമ്മയും കഴിച്ചു. അന്ന് അന്തരിച്ച മുൻ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബ്, മംഗളത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന അന്തരിച്ച ശ്രീ വർഗീസ്, മുൻ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ നിരവധി പേർ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് മടങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരവണ, എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറയാം, എനിക്ക് കഴിയുന്നത് ഞാൻ തീർച്ചയായും ചെയ്യും. ശരവണൻ ഒരു വലിയ എഴുത്തുകാരനായി തീരണം എന്നതാണ് എൻ്റെയും ആഗ്രഹം. ഞാൻ പറയാതെ തന്നെ എന്നെയും ശ്രീമതിയെയും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും കൂടെ വരാനും ഞങ്ങളുടെ ബാഗേജുകൾ ചുമന്ന് ഓരോരുത്തർക്ക് കൊണ്ടുവയ്ക്കാനും ഒക്കെ ചെയ്തത് ഒരിക്കലും മറക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. റഷ്യയിലെ പ്രബ്ലാൻസ്കായ എന്ന് പറഞ്ഞ ഹോട്ടൽ, ഒരു കടൽ തീരത്താണ് ആ ഹോട്ടൽ. 2000-ഓളം റൂമുകളുള്ള ആ വലിയ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ്. അവിടുത്തെ ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിശയിൽ നിന്നും വേറൊരു ദിശയിൽ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ കണ്ടെത്താ ദൂരത്തോളം ആയിരക്കണക്കിന് വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം. ലോകോത്തരമായിട്ടുള്ള സംവിധാനങ്ങളുള്ള
പ്രിബ്ലാൻസ്കായ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്യു സാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും ശരീരത്തിന് ക്ഷീണം വന്നാൽ, ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടായാൽ അവിടെ എന്ത് സന്തോഷമാണുള്ളത് എന്ന് എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ എന്തോ ചെറിയ ചില പ്രോബ്ലംസൊക്കെ ഉള്ളതായി സൂചിപ്പിച്ചിരുന്നു. എത്ര ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഞങ്ങളൊരു ദിവസം ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരുന്നൊരു നോർത്ത് ഇന്ത്യക്കാരൻ, അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും ഞങ്ങളോടൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നു. ഞങ്ങളൊരു 10-14 പേരുണ്ടായിരുന്നു അന്ന്. അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് മാത്യു സാറിനോട് ചോദിച്ചു, നിങ്ങളുടെ പത്രത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, 10-25,000 കോടി രൂപയുടെയോളം ആസ്തിയുള്ളൊരു വലിയ പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററല്ലേ, അപ്പോൾ ധാരാളം ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ ആ ഒരു പ്രൗഢി അല്ലെങ്കിൽ ആ ഒരു തോന്നൽ താങ്കളെ കണ്ടപ്പോൾ എനിക്കുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയ ശേഷം ഒന്ന് ചിരിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ എഡിറ്റർ എന്നുള്ളൊരു സ്ഥാനത്ത് കൊണ്ട് എടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പത്രം ജനശ്രദ്ധയെ ആകർഷിക്കുന്നു എങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് മാത്രം പറഞ്ഞപ്പോൾ റിയലി ഗ്രേറ്റ് എന്ന് ആ നോർത്ത് ഇന്ത്യക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെറുതായി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. 20 ലക്ഷത്തോളം 20-25 അന്ന് അദ്ദേഹം അതിന് എഡിറ്ററായി ചേരുമ്പോൾ 30,000 കോപ്പികളുണ്ടായിരുന്ന മലയാള മനോരമ 20-25 ലക്ഷം കോപ്പികൾ ആയിട്ട് വളർന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമമുണ്ട്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുണ്ട്. ചാനലായും പത്രങ്ങളായും വിദേശങ്ങളിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും, മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദിനപത്രം ഇറക്കാനും അങ്ങനെ ഒരു വലിയ വടവൃക്ഷമായി തീരാൻ ചുക്കാൻ പിടിച്ചത് അതിൻ്റെ തലച്ചോറ് അദ്ദേഹമായിരുന്നു. പത്മഭൂഷൺ ബഹുമതി കിട്ടി അദ്ദേഹം കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വെച്ച ഒരു വലിയൊരു വിരുന്ന് സൽക്കാരം നടത്തിയപ്പോൾ എന്തോ കാരണവശാൽ എന്നെ വിളിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അന്നത്തെ അറിവിൻ്റെ വെളിച്ചത്തിൽ, അന്നത്തെ ചിന്തയുടെ വെളിച്ചത്തിൽ ഞാൻ എഴുതി, വലിയ വലിയ മരതകങ്ങളെ മാത്രമേ സാർ കാണുകയുള്ളൂ, ചെറിയ ചെറിയ മരതക പൊട്ടുകളെ കാണാറില്ലേ. അങ്ങക്ക് പത്മഭൂഷൺ ബഹുമതി കിട്ടിയതിൽ വളരെയധികം സന്തോഷം, നന്ദി, നമസ്കാരം എന്ന് മാത്രം 3-4 വരികൾ കുറിച്ച് അദ്ദേഹത്തിനൊരു കത്തയച്ചു. അതിന് അദ്ദേഹം ഒരു മറുപടി എനിക്ക് എഴുതി. സത്യത്തിൽ ഞാൻ തകർന്നുപോയി എന്നുള്ളതാണ്. അതിലെഴുതി, ക്ഷമിക്കുമല്ലോ ശരവണ, ഒരുപാട് തിരക്കും അതിലുപരി ഒരുപാട് ക്ഷണിതാക്കളെ ക്ഷണിക്കേണ്ടിയും അവരുടെ നിർബന്ധത്തിനുമൊക്കെ വഴങ്ങിയാണ് ഇങ്ങനൊരു ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചത്. അതിൽ ശരവണ്ണനെയും കുടുംബത്തെയും ക്ഷണിക്കാത്തതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു കത്തയച്ചിരുന്നു. ഇന്ന് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ശൈലി ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായേയില്ല. ഞാനും അമ്മയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡിന്നറിന് ക്ഷണിച്ച് അവിടെ ചെന്നിട്ട് രാത്രി 12:30 മണിയോളമായപ്പോൾ മിസ്സസ് മാത്യു അവർ രചിച്ച കുറേ പാചകകലകളെക്കുറിച്ചിട്ടുള്ള കുറേയധികം പുസ്തകങ്ങൾ എനിക്ക് ഗിഫ്റ്റായി തന്നു. എന്നിട്ട് അവിടുത്തെ കാറിൽ
കാർ ഡ്രൈവറോട് പറഞ്ഞു, കോട്ടയം ബസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കി അവരെ വണ്ടിയിൽ കയറ്റി വിട്ട ശേഷമേ നിങ്ങൾ മടങ്ങി വരാവൂ, അല്ലാതെ മടങ്ങി വരരുത് എന്ന് അവരോട് പറഞ്ഞു. രാത്രി 12:30 മണിയോളമായി കാണും ഞാൻ അമ്മയും കൂടെ അവിടുന്ന് കോട്ടയം ബസ് സ്റ്റേഷനിലെത്തുമ്പോൾ. അവിടുന്ന് ബസ്സിൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ നേരം വന്ന ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അയ്യോ, അത് ശരിയാവില്ല, അവിടെ ചെന്നാൽ അമ്മ എന്നെ വഴക്ക് പറയും, നിങ്ങൾ ബസ്സിൽ കയറി പോയ ശേഷമേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി ഒരു മണിക്കൂറോളം അദ്ദേഹം അവിടെ തങ്ങി. വീട്ടിൽ നിന്നും പുറമേക്ക് ഇറങ്ങുമ്പോൾ ശ്രീ മാത്യു സാറും മിസ്സസ് മാത്യുവും ചേർന്ന് നടവരെ ആ വീടിൻ്റെ ഉമ്മറത്ത് വരെ എന്നെ കൊണ്ടുവന്നാക്കി, എന്നെയും അമ്മയെയും. ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞത് എൻ്റെ മഹത്വം ഒന്നും കൊണ്ടല്ല. എത്രത്തോളം ഉന്നതിയിൽ, എത്രത്തോളം ഉയരങ്ങളിലെത്തുമ്പോഴും അവരുടെ പിന്നാമ്പുറം അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ടുള്ള ആ 15 ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനേ കഴിയില്ല. അത്രയും സ്നേഹധനനായ ഒരു വ്യക്തിത്വം. 1987 ഒക്ടോബർ 17 ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് മടങ്ങി ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിലാണ് നാട്ടിലേക്ക് വരുന്നത്. ശരവണ, ട്രെയിനിൽ പോകണ്ട, ക്യാൻസൽ ചെയ്തോളൂ, ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് തരാം ട്രിവാൻഡ്രത്തിന് പോകാൻ. ഞാൻ പറഞ്ഞു, ഇല്ല സർ, ഞാൻ ട്രെയിനിൽ പോകാനായിട്ട് ബുക്ക് ചെയ്തു. JNUവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോകണം, അവിടെ ചിലരെ കാണണം, അവിടെ 1-2 സംഭാഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ നിന്നും പോകാൻ സമയത്തും അവിടുത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്തും എന്ത് സഹായം വേണമെങ്കിലും ശരവൺ എനിക്ക് എഴുതണം എന്ന് പറഞ്ഞു. ആ അമ്മയും, മോനെ നീ ഒരു വലിയ എഴുത്തുകാരനായി തീരട്ടെ എന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ അന്ന് ഒരു പാക്കറ്റ് നിറയെ പൈസ, അത് എത്ര രൂപയാണെന്ന് പോലും എനിക്കറിയില്ല, കൗണ്ടറിൽ ഏൽപ്പിച്ചിരുന്നു അത് വാങ്ങാൻ. പറയട്ടെ, എനിക്ക് തോന്നിയിട്ട് ഞാൻ ആ തുക കൈപ്പറ്റിയില്ല. അഹങ്കാരത്തിൻ്റെ ഭാഷയിലല്ല, നേരിൽ കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. അന്ന് അവർ വിദേശത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. എന്നിട്ടും എൻ്റെ കല്യാണ വാർത്ത മലയാള മനോരമയിൽ ചെറിയൊരു കാളത്തിൽ വരികയുണ്ടായി. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ആരോഹണവും അവരോഹണവും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പിന്നീട് കാണാനും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ശരവണനൊരു വലിയ എഴുത്തുകാരനാവും, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. എന്ന് വേണമെങ്കിലും വരൂ, കോട്ടയത്ത് തനിക്കൊരു റൂമും ഒരു മാസത്തിൽ ഒരു നോവൽ എഴുതി തന്നാൽ മതി, അതിൽ നമുക്ക് പ്രസിദ്ധം ചെയ്യാം. ഇല്ല, ജോലി വേണമെങ്കിൽ അത് പറഞ്ഞാലും മതി. അന്നെന്തോ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല. കാലം ഒത്തിരി കടന്നുപോയി, അദ്ദേഹവും ഈ ഭൂമിയിലില്ല. പക്ഷേ സ്നേഹമസൃണമായ ആ പെരുമാറ്റം, ആ ചിരി, അത്രമാത്രം എളിമ രണ്ടുപേരിലും ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിയാൻ ഈ 15 ദിവസങ്ങൾ കൊണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മലയാള മനോരമയിൽ വർക്ക് ചെയ്ത റിപ്പോർട്ടർമാരും അങ്ങനെ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവരൊക്കെ എത്രയോ വർഷങ്ങൾ ജോലി ചെയ്തിട്ടും വളരെ അപൂർവമായി മാത്രമേ
മാത്യു സാറുമായിട്ട് കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരെക്കുറിച്ചും ഓരോ ജീവനക്കാരനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിടുത്തെ ചില സ്റ്റാഫുകളോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല എന്നതാണ്. എല്ലാവരോടും സ്നേഹപൂർവമായിട്ടുള്ള സമീപനം. ഔന്നത്യത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ടാണോ അതോ അറിവിൻ്റെ വിളഭൂമിയിൽ നീന്തി തുടിച്ചത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഒരു വലിയ മനുഷ്യൻ. ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും അതിശയോക്തിയൊന്നും കൂടാതെ പറയാം, ഇന്ത്യ കണ്ട മികച്ച ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ള ഒരു മഹാ വ്യക്തിത്വം എന്നേ എനിക്ക് ഇത്തരണത്തിൽ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും ഇന്നും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി കണ്ടുമുട്ടിയ ആ 11 നാളിലെ അനുഭവങ്ങൾ ചിലതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.